ഹലോ മക്കളെ, എല്ലാവർക്കും ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബച്ചേ കാമ്പ് ജാ രഹേ ഹേ എന്ന് പറയുന്ന ഒരു മനോഹരമായ കവിതയാണ്. ഇത് എഴുതിയിരിക്കുന്ന ലേഖകൻ്റെ പേരാണ് രാജേഷ് ജോഷി. ലേഖകൻ്റെ പേരെന്താണ്? രാജേഷ് ജോഷി. അപ്പോൾ നമ്മുടെ ഈ കവിതയിൽ ബാൽശ്രം, അതായത് ബാലവേലയെ പറ്റിയിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. എന്താണ് ബാലവേല? എല്ലാവർക്കും അറിയുന്നതല്ലേ അല്ലേ? ഒന്ന് പറഞ്ഞ എന്താണ്? കുട്ടികൾ ജോലിക്കായി പോകുന്നു എന്ന് പറയുന്നത്, ചെറിയ ചെറിയ കുട്ടികൾ ജോലിക്കായി പോകുന്നു എന്ന് പറയുന്നത് എന്താണ്? ബാലവേലയാണ് അല്ലേ? അപ്പം ഈ ബാലവേലയ്ക്ക് ഹിന്ദിയിൽ പറയുന്നതാണ് ബാൽ ശ്രം. ഓക്കെ, ബാൽ ശ്രം. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സമസ്യ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മളിന്ന് പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് ബച്ചേ കാമ്പർ ജാ രഹേ ഹേ. കുട്ടികൾ ജോലിക്കായി പോകുന്നു. കുട്ടികൾ എന്തിനു പോകുന്നു? കാമ്പർ, ജോലിക്കായി പോകുന്നു. ഇതെങ്ങനെയുള്ള രചനയായിരുന്നു? ഒരു കവിത ആയിരുന്നു. ഇത് എഴുതിയ ലേഖകൻ്റെ പേര് രാജേഷ് ജോഷി. രാജേഷ് ജോഷി എഴുതിയ ബാലവേലയെ പറ്റിയിട്ടുള്ള ഒരു മനോഹരമായ കവിതയാണ് എന്തെന്ന് പറയുന്നത്? ബച്ചേ കാമ്പർ ജാ രഹേ. നമുക്ക് ഒരുപാട് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു കവിതയാണ് എന്തെന്ന് പറയുന്നത്? ബച്ചേ കാമ്പർ ജാ രഹേ. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ആശയം എന്ന രീതിയിൽ ആശയത്തിലേക്കൊന്ന് പോകാം. ശ്രീ രാജേഷ് ജോഷി ഹിന്ദിക്ക് ആധുനിക കവിയോമേ പ്രമുഖ ഹേ. നമ്മുടെ ഈ രാജേഷ് ജോഷി എന്ന് പറയുന്ന ആൾ എന്താണ്? ഹിന്ദിയിലെ ആധുനിക കവികളിൽ, മോഡേൺ കവികളിൽ എന്താണ് പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. ആരെന്ന് പറയുന്നത്? പ്രസിദ്ധനായിട്ടുള്ള ഒരാളായിരുന്നു. ആര്? രാജേഷ് ജോഷി. ബച്ചേ കാമ്പ് ജാ രഹേ ഹേ ബാൽശ്രം पर तीखा प्रहार करने वाली കവിത ഹേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാൽശ്രം അല്ലേ, അതായത് ബച്ചേ കാമ്പ് ജാ രഹേ ഹേ എന്ന് പറയുന്ന ഈ കവിത എങ്ങനെയുള്ളതാണ്? ബാലവേല എന്ന് പറയുന്ന ആ ഒരു തീവ്രമായ ഒരു അവസ്ഥയെ പറ്റിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. കവി कहते हैं जब सड़क कोहरे से ढका हुआ है तब बच्चे काम पर जा रहे हैं. അപ്പം നമ്മുടെ കവി പറയുകയാണ്. എന്താണ് കവി പറയുന്നത്? എപ്പോഴാണോ അദ്ദേഹം ഇങ്ങനെ റോഡിലൂടെ പോവുകയായിരുന്നു അല്ലേ? അപ്പം നോക്കിയാൽ നമുക്ക് പോവാം അല്ലേ? അതിലിങ്ങനെ പോകുന്നു, നല്ല മഞ്ഞൊക്കെ മൂടിയിരിക്കുന്ന ഒരു റോഡ്. ആ റോഡ്, അതായത് രാവിലെയാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹം കാണുകയാണ് എന്ത്? ചെറിയ ചെറിയ ചോട്ടെ ബെച്ചെ അല്ലേ, ചെറിയ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ജോലിക്കായിട്ട് പോകുന്നു. ये बच्चे खिलौने, किताब, गेंद, स्कूൾ खेलने के मैदानी सबसे वंचित है. ഈ കുട്ടികൾ എന്തിനോടൊക്കെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്? എന്തൊക്കെയാണ്? ഖിലൗനെ, കിതാബ്, ഗേന്ദ്, സ്കൂള്, അതുപോലെ തന്നെ എന്താണ്? ഖേൽനേക്ക് മൈതാൻ അല്ലേ? അതായത് ഖിലൗനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കളിപ്പാട്ടങ്ങൾ അല്ലേ? ഖിലൗനെ കളിപ്പാട്ടം. അതുപോലെ തന്നെ എന്താണ്? പാഠപുസ്തകങ്ങൾ അല്ലേ? കിതാബ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള എന്താ? ബോൾ അല്ലേ? ഗേന്ദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ബോള്. അപ്പോൾ അതുപോലെ തന്നെ സ്കൂള്. നമ്മളെല്ലാവരും എവിടെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത്? എവിടെയാ? നിങ്ങളൊക്കെ എവിടെയാണ് സ്പെൻഡ് ചെയ്യുക? നമ്മളൊക്കെ സ്കൂളിലാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എന്താണ്? ഈ കുട്ടികൾക്ക് എന്താണ്? സ്കൂളെന്ന് പറയുന്നത് അപരിചിതമായി തീർന്നിരിക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. കുട്ടികൾ എന്ത് ചെയ്യാൻ? ജോലിക്കായിട്ട് പോകുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താണ്? കേൽനേക്കെ മൈതാൻ, കളിക്കുവാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട്, പ്ലേ ഗ്രൗണ്ട് ഒന്നും തന്നെ ഇല്ല. ഇതിൽ നിന്നൊക്കെ കുട്ടികൾ എന്ത് ചെയ്തിരിക്കുകയാണ്? വഞ്ചിക്കപ്പെട്ട് ഇരിക്കുകയാണ്. കവി പാഠകവും സേധോട പ്രശ്ന പൂച്ചത്തെ ഹേ ക്യാ സാരി ഗേന്ദ് അന്തരീക്ഷമേ ഗിർ ഗയി ഹേ. അതായത് നമ്മുടെ കവി നമ്മളോട്, വായനക്കാരോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്താണ് ഈ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മുഴുവൻ ഈ അന്തരീക്ഷത്തിൽ ഇല്ലാതായി പോയതുകൊണ്ടാണോ? അതായത് ബോളൊക്കെ ഇല്ലാണ്ടായി പോയതുകൊണ്ടാണോ? ഇനി അതോ എന്താണ്? സാരി രംഗ് ബിരംഗ് കിതാബോം ഗോ ദീമക് ഹോനെ കാലിയ ഹേ. എല്ലാ പല വർണ്ണത്തിലുള്ള അല്ലെ, പല നിറത്തിലുള്ള പുസ്തകങ്ങളെല്ലാം ദീമക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ദീമക് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ പഠിച്ചേ? പക്ഷി ഓർ ദീമക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ? അപ്പം അതിൽ ദീമക് ആരാ? ചിതൽ. അപ്പം നോക്കിയേ, അപ്പം നമ്മുടെ ഈ വർണ്ണ നിറത്തിലുള്ള പുസ്തകങ്ങൾ ആര് കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത്? ദീമക് അല്ലേ? അതായത് ആരാണ്? ചിതൽ കഴിച്ചു പോയോ എന്ന് ചോദിക്കുന്നു. സാരേ കിലൗനേക്കാലെ പഹാടിക്കെ നീച്ചെ ദബ് ഗേ ഹേ. അതുപോലെ തന്നെ എല്ലാ കളിപ്പാട്ടങ്ങളും ആ കറുത്ത പർവ്വതത്തിൻ്റെ അടിയിൽ ഞെരിഞ്ഞമർന്ന് പോയോ? അതുപോലെ തന്നെ സാരേ മദ്രസോം കി ഇമാരത്തേം ഭൂകമ്പമേ ദഹ് ഗയി ഹേ. എല്ലാ മദ്രസോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിക്കൂടം, എല്ലാ സ്കൂളുകളുടെയും ഇമാരത്തേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബിൽഡിംഗ് ആണ് കേട്ടോ. ഇമാരത്തേം എന്താണ്? ബിൽഡിങ്. എല്ലാ ബിൽഡിങ്ങുകളും ഭൂകമ്പത്തിൽ
തകർന്നടിഞ്ഞ് പോയതുകൊണ്ടാണോ? ഇൻ പ്രശ്നോं द्वारा कवि कहते हैं कि बचपन उन्हें काम पर जाने का समय नहीं. ഈ ഒരു കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ കവി പറയുകയാണ്, കുട്ടികൾ എന്ന് പറയുന്നത് ജോലിക്കായി പോകേണ്ട ഒരു സമയമല്ല, അല്ലെങ്കിൽ കുട്ടിക്കാലം എന്ന് പറയുന്നത് ജോലിക്കായി പോകേണ്ടതല്ല എന്ന് ആര് പറയാ? നമ്മുടെ കവി പറയുന്നു. കവിയുടെ പേര് രാജേഷ് ജോഷി. ബച്ചോं का पढ़ने का समय है. കുട്ടികൾക്ക് എന്താണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്? പഠനെ കാ സമയല്ലേ, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് എന്തെന്ന് പറയുന്നത്? കുട്ടിക്കാലം എന്ന് പറയുന്നത്. ബച്ചോं का काम पर जाना भयानक समस्या है. അതുപോലെ തന്നെ കുട്ടികൾ ജോലിക്കായി പോകുന്നു എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു സമസ്യയാണ്, വലിയൊരു പ്രോബ്ലം തന്നെ ആണ്. കവി പൂछते हैं ബच्चे ക്യോം കാം പർ ജാ രഹേ. കവി വീണ്ടും ചോദിക്കുകയാണ്. ആദ്യം വായനക്കാരോട് ചോദിച്ചു, എന്നിട്ട് വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ്. എന്താണ്? ബच्चे ക്യോം കാം പർ ജാ രഹേ. എന്തുകൊണ്ട്? ക്യോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് ജോലിക്കായി പോകുന്നത്? എന്തുകൊണ്ടാണ് പോകുന്നത്? കുട്ടികൾ എന്തുകൊണ്ടാണ് പോകുന്നത്? കുറേ സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. ആണോ? അല്ല അല്ലേ? എന്തുകൊണ്ടായിരിക്കാം? അവരുടെ വീട്ടിലെ അവസ്ഥ പരിതാപകരം ആയതുകൊണ്ടായിരിക്കാം. इन प्रश्न का उत्तर है कि माता पिता यदि परिवार गरीब है. അതായത് ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് എന്താണ്? അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ എന്താണ് അവരുടെ വീട് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഗരീബാണ്. ഗരീബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടത്. അവർ ബഹുത്ത് സങ്കടമേ ഹേ. ഇനി അതുപോലെ തന്നെ അവർ എന്തായിരിക്കാം? വളരെയധികം സങ്കടത്തിലായിരിക്കാം. തബ് മാതാപിതാക്കോ അപ്പനെ ബച്ചേക്കോ കാം പർ ബേച്ച്ന പടുത്ത ഹെ. അതുകൊണ്ട് തന്നെ അവരുടെ അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ എങ്ങോട്ട് വിടണം? ജോലിക്കായിട്ട് വിടേണ്ടതായിട്ടുണ്ട്. जो भी हो आज दुनिया की हजारों सड़कों से सुबह छोटे छोटे बच्चे काम पर जा रहे. അതായത് ഇത് തന്നെയാണ് ആയിരക്കണക്കിന് റോഡുകളിൽ അല്ലെ, ആയിരക്കണക്കിന് തെരുവുകളിലൂടെ ഇപ്പോഴും അതിരാവിലെ ചെറിയ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ജോലിക്കായിട്ട് പോകുന്നു. ഇപ്പോഴുള്ള അവസ്ഥയും അത് തന്നെ ആണ്. ഹം സബ്കോ മാലൂം ഹേ കി ബच्चे രാഷ്ട്ര കി അമൂല്യ നിധി ഹേ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എന്താണ് കുട്ടികളെന്ന് പറയുന്നത്? രാജ്യത്തിൻ്റെ അമൂല്യ നിധികളാണ്. ഉസ്കോ സമ്പൂർണ്ണ സുരക്ഷ പ്രദാൻ കർണാ ഹി. അപ്പം നമ്മൾ കുട്ടികൾക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. നമുക്കൊക്കെ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? കുട്ടികൾക്ക് എന്ത് വേണം? സുരക്ഷിതത്വം വേണം. ബാൽ ശ്രമികോം കോ ശോഷൻ കി യഹ് പരമ്പര അനാദി കാൽ സേ ചലി ആ രഹി. ഈ നമ്മുടെ ബാലവേല എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താണ് ചൂഷണം നേരിടുന്ന ഈ ഒരു പാരമ്പര്യം പണ്ടു മുതൽക്ക് അനാദികാൽ, അതായത് പണ്ട് പുരാതന കാലം തൊട്ടേ എന്നാണ് ഇങ്ങനെ നടന്നു വരുന്നതാണ്. और अभी भी समाज में एक മാനവീയ കളങ്ക് കെ രൂപ में വ്യാപ്ത് ഹേ. ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ്? ഒരു കളങ്കം എന്ന രീതിയിൽ ഇപ്പോഴും വ്യാപിച്ച് കിടക്കുന്നു. എന്ത്? കുട്ടികൾ ജോലിക്കായി പോകുന്നത്, അതായത് ബാലവേല. ബാൽശ്രം കെ വിരുദ്ധ ഹം സബ്കോ ആവാസ് ഉഡാനി ഹേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ബാലവേല എന്നുള്ളതിനെതിരായിട്ട്, വിരുദ്ധമായിട്ട് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? ശബ്ദം ഉയർത്തേണ്ടതായിട്ട് ഉണ്ട്. മക്കൾക്ക് മനസ്സിലായോ എന്താണ് സ്റ്റോറിയിൽ കവി പറയാൻ ആഗ്രഹിച്ചതെന്ന്? ഓക്കെ, നമ്മുടെ കവിയുടെ പേരെന്തായിരുന്നു? രാജേഷ് ജോഷി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കുട്ടികൾ ജോലിക്കായി പോകുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സൊസൈറ്റീന് മുമ്പിൽ എന്ത് ചെയ്യണം? ഒരു ചോദ്യം പോലെ, സവാലോം കി തര പൂച്ചന ചാഹിയെ, ചോദ്യം പോലെ ചോദിക്കണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് എന്ത് കിട്ടുള്ളൂ? കറക്റ്റായിട്ടുള്ളൊരു ആൻസറും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അവകാശവും ലഭിക്കുകയുള്ളൂ. കുട്ടിക്കാലം എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? പഠിക്കുവാനായിട്ടുള്ള കാലം ആണ്. അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരോടൊപ്പം തന്നെ കളിച്ച് രസിച്ച് നടക്കേണ്ട ഒരു കാലമാണ്. ആ ഒരു സമയത്ത് ചട്ടിയും തൂമ്പയും ഒക്കെ എടുത്തുകൊണ്ട് ജോലിക്കായി പോവുക എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര കുറ്റമാണ് അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? നിയമപരമായിട്ടും തെറ്റാണ്. നിയമപരമായി തെറ്റെന്നുള്ളതിന് എന്തായിരിക്കും പറയുക? കാനൂനി അപരാധ്. കാനൂനി അപരാധ്. കാനൂനി അപരാധ് ഹേ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ബാൽശ്രം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബാലവേല എന്ന് പറയുന്ന എന്താണ്? ഒരു പോസ്റ്റർ
ചോദിക്കും. ബാൽശ്രम के बारे में പോസ്റ്റർ നമുക്ക് എപ്പോഴും ചോദിക്കും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ എന്താണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ ചോദ്യം പോലെ ചോദിക്കണം, അല്ലെങ്കിൽ കുട്ടിക്കാലം എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെയുള്ള കുറച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക. 4 മാർക്കിന് ബാൽശ്രമിനെ പറ്റിയിട്ടൊക്കെ പഠിച്ച് വെക്കുക. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.